നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ബ്രസ്റ്റ് മിൽക്ക് ഇസ് ദ ബെസ്റ്റ് മിൽക്ക് ഫോർ യുവർ ബേബി. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അമ്മയ്ക്കും കുഞ്ഞിനും വളരെയാണ്. കുഞ്ഞിനുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ, ഓരോ കുഞ്ഞിനും അതിനുവേണ്ടി ടൈലർ മെയ്ഡ് ബ്രസ്റ്റ് മിൽക്കാണെന്ന് നമ്മൾ പറയും. പ്രീ ടേം ബേബിക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊപ്പോർഷൻ ഡിഫറൻ്റ് ആണ്. ടേം ബേബീസിനും അതനുസരിച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോ കുഞ്ഞിനും വേണ്ട വിധത്തിലുള്ള ന്യൂട്രിയൻസും അതിൻ്റെ ആ പ്രൊപ്പോർഷനിലാണ് ബ്രസ്റ്റ് മിൽക്ക് ഉള്ളത്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ വേറൊരു പ്രത്യേകത, അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അത് ഈവൻ നമ്മൾ സാധാരണ പറയും ബ്രസ്റ്റ് മിൽക്കിൽ അയൺ കണ്ടൻറ്റ് കുറവാണെന്ന് പറയും. എന്നാൽ ഈ ബ്രസ്റ്റ് മിൽക്കിലുള്ള അയൺ പോലും അതിന് ഏറ്റവും നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ, അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായതിനാൽ ഈ ബ്രസ്റ്റ് മിൽക്കിലുള്ള ഈ അയൺ അമ്മയുടെ അയൺ ലെവലൊക്കെ HB ലെവലൊക്കെ നല്ലതാണെങ്കിൽ അത് യൂഷ്വലി കുഞ്ഞിന് ഇനഫ് ആവും. അതുപോലെയാണ് ഈസിലി ഡൈജസ്റ്റബിളാണ് ബ്രസ്റ്റ് മിൽക്കിലെ കമ്പോണൻറ്റ്സ്. പിന്നെ ബ്രസ്റ്റ് മിൽക്കിലുള്ള നമുക്കറിയാം ആദ്യത്തെ ഡേയ്സിൽ ലഭിക്കുന്ന ആ കൊളസ്ട്രം, അത് കുഞ്ഞിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൊളസ്ട്രം നമ്മൾ പറയും ഒരു ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് തന്നെ പറയാം. അതുപോലെ ഈ ആൻറ്റിബോഡീസും ഡിസീസ് പ്രിവെൻറ്റിംഗ് ആയിട്ടുള്ള, ഡിസീസ് ഫൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ എൻറിച്ച്ഡ് ആണ് ഈ കൊളസ്ട്രം. അപ്പോൾ ഈ കൊളസ്ട്രം ഒരിക്കലും കുഞ്ഞിന് മിസ് ചെയ്യരുത്. നമ്മളെപ്പോഴും പറയും ബ്രസ്റ്റ് ഫീഡിങ് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് അളവൊക്കെ കുറവായിരിക്കാം, പക്ഷേ ഈ കിട്ടുന്ന ഈ വളരെ കുറച്ചുള്ള ഈ ml കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ അത് കാരണം കുഞ്ഞിന് ഭാവിയിലുള്ള ഇൻഫെക്ഷൻസ്, ചെവിയുടെ ഇൻഫെക്ഷൻസ്, വയറിൻ്റെ ഡയേറിയ, അങ്ങനത്തെ പ്രോബ്ലംസ്, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, പീഡിയാട്രീഷ്യൻസിനെ കാണാനുള്ള വിസിറ്റ്, ഇതെല്ലാം നമുക്ക് ഈ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് കുറവാണ്. അതുപോലെ അവരുടെ IQ ലെവൽ, ഈ ബ്രസ്റ്റ് മിൽക്കിലെ കമ്പോണൻസ് കാരണം അവരുടെ IQ ലെവൽ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണെന്നാണ് ചില സ്റ്റഡികൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറയുക ഇവർക്ക് ലുക്കീമിയ പോലുള്ള മാരകമായ ആ രോഗങ്ങൾ പോലും ഈ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് ഭാവിയിൽ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ ഭാവിയിൽ അവർക്ക് ഈ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത, IBD, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിൻ്റെ സാധ്യത, ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് കുറവായിട്ട് കാണുന്നു. ഈ ഫോമുല മിൽക്ക് കൊടുക്കുമ്പോൾ, കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിന് പകരം ഫോമുല മിൽക്ക് കൊടുക്കുമ്പോൾ ഈ ഗട്ടിലെ, കുടലിലെ ബാക്ടീരിയകൾക്കൊക്കെ വേരിയേഷൻ സംഭവിച്ച് അപ്പം അവരുടെ ആ മൈക്രോബ് ചേഞ്ച് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഭാവിയിലുള്ള അസുഖങ്ങൾക്കൊക്കെ വഴിതെളിക്കുക. അപ്പം ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. കുഞ്ഞിന് പ്രതിരോധ ശക്തി കൂട്ടാനും ഭാവിയിൽ അലർജി പോലത്തെ പ്രോബ്ലംസൊക്കെ ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൊടുക്കുന്നവരിൽ കുറവാണ്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള കുഞ്ഞുങ്ങളിൽ അലർജിയുടെ സാധ്യതയും വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അമ്മയ്ക്കുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കിയാൽ, അമ്മയുടെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ അമ്മയ്ക്ക് വെയിറ്റ്, പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത ആ വെയിറ്റ് ഒരു നല്ല പ്രൊപ്പോർഷൻ കുറയ്ക്കാൻ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് കൂടുതൽ സാധ്യതയാണ്. അതുപോലെ തന്നെ അവർക്ക് ഭാവിയിലുള്ള ക്യാൻസേഴ്സ്, അതായത് ബ്രസ്റ്റിൻ്റെ ക്യാൻസർ, ഓവറിയുടെ ക്യാൻസർ, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കുറയാനായിട്ട് ലോങ് ബ്രസ്റ്റ് ഫീഡിങ്, കുറച്ച് നാളുകളായിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് കൂടുതൽ നാളുകൾ കൊടുക്കുന്ന അമ്മമാർക്ക് കുറവാണ് സാധ്യത കാണുന്നത്. അതുപോലെ എല്ലുകളുടെ ബലക്ഷയം, ഓസ്റ്റിയോപൊറോസിസും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന അമ്മമാർക്ക് കുറവായിട്ട് കാണുന്നു. പിന്നെ അവർക്കും ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലംസൊക്കെ കുറയാനും ഈ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്ക് ഉപയോഗപ്രദമാണ്. ഈ ബ്രസ്റ്റ് ഫെഡ് ആയിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് സാധാരണ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം, അതായത് ആദ്യത്തെ 1 വയസ്സിനുള്ളിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് ഈ ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ബ്രസ്റ്റ് ഫെഡ് ബേബീസിൻ്റെ കണ്ണുകൾക്ക് ഈ ബ്രസ്റ്റ് മിൽക്കിലുള്ള ചില ഫാറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് അവരുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണെന്നും സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റാണ്. അതായത് ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന ആ അവസരത്തിൽ ഈ കോൺട്രാസെപ്ഷൻ, അതായത് പെട്ടെന്ന് തന്നെ ഉടനെ ഗർഭിണിയാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യുവാനും നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനും നിങ്ങൾക്ക് ആ ഒരു കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് ഉപയോഗപ്പെടും. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിന് ലഭിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് അഡ്വൈസ് ചെയ്യുക. വേറെ ഒരു വെള്ളമോ വേറെ ഒരു സബ്സ്റ്റൻസും ആദ്യത്തെ 6 മാസങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണെങ്കിൽ മാത്രം, വളരെ റെയറായിട്ടുള്ള കണ്ടീഷൻ മാത്രമേ അങ്ങനെ കൊടുക്കേണ്ടി വരാറുള്ളൂ. അല്ലാത്തത് കുഞ്ഞിന് നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. 2 വയസ്സ് വരെയും കഴിവതും കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക.